PR അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, പഹൽഗാം ആക്രമണം, അതുമായി ബന്ധപ്പെട്ടുണ്ടായ ഓപ്പറേഷൻ സിന്ദൂർ, ഒപ്പം GST, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അത് പരിഷ്കരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, തീരുവ വിഷയം, അങ്ങനെ വിവിധ വിഷയങ്ങളിലാണ് പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനത്തിൽ പ്രസംഗിച്ചത്. പക്ഷേ RSSുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം അത് ചർച്ച ചെയ്യപ്പെടുന്നു, വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നു, CPM അതിൽ പ്രതികരണം നടത്തുന്നു. എന്തൊക്കെയായിരുന്നു മോദിയുടെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ പ്രസംഗത്തിൽ? ഒപ്പം ഏത് തരത്തിലുള്ള പ്രതിഷേധമാണ് അതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്? 103 മിനിറ്റ് നീണ്ടുനിന്ന റെക്കോർഡ് പ്രസംഗമാണ് ഇന്ന് സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നടത്തിയത്. മുൻകാലങ്ങളിൽ സമാനമായ രീതിയിലുള്ള ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തിയെങ്കിലും ഇത്തരം ഒരു സമയപരിധിയിലേക്ക് പ്രധാനമന്ത്രി ഇതാദ്യമായിട്ടാണ് കടക്കുന്നത്. പല കാര്യങ്ങളും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ, പഹൽഗാം ഭീകരാക്രമണം, അതുപോലെ തന്നെ രാജ്യം കഴിഞ്ഞ വർഷത്തുടനീളം നേടിയ നേട്ടങ്ങളും അതുപോലെ തന്നെ ഇനി കൈവരിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. അതിനിടയിലാണ് പ്രധാനമന്ത്രി RSSനെ ഒരു പുകഴ്ത്തൽ നടത്തിയത്. 100 വർഷത്തെ ചരിത്രമുള്ള RSS ലോകത്തെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണെന്നും നിരവധി പേർ രാജ്യത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ചിരിക്കുകയാണെന്ന് അടക്കമുള്ള പ്രശംസയാണ് RSSനെ മോദി നടത്തിയത്. എന്തായാലും വലിയ വിമർശനമാണ് ഇതിന് പിന്നാലെ വിവിധ കോണിൽ നിന്ന് ഉയർന്നു വരുന്നത്. എന്തായാലും CPM തന്നെ ആദ്യം തന്നെ ഇതിനെ എതിർത്ത് രംഗത്ത് വന്നിരുന്നു. ഈ രക്തസാക്ഷികളെ അപമാനിക്കുന്നതാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രി RSSനെ പ്രശംസിച്ചതോടുകൂടി ഉണ്ടായിരിക്കുന്നതെന്നാണ് CPM ചൂണ്ടിക്കാണിക്കുന്നത്. പലപ്പോഴും നിരോധിക്കപ്പെട്ട വിഭാഗീയ സംഘടനയെ പ്രധാനമന്ത്രി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചരിത്ര സന്ദർഭത്തെ അധിക്ഷേപിക്കുകയാണ് ഇതിലൂടെ പ്രധാനമന്ത്രി നടത്തിയതെന്നും ഇപ്പോൾ CPM ചൂണ്ടിക്കാണിക്കുന്നത്. തീർത്തും ലജ്ജാകരമായിട്ടുള്ള നടപടിയാണ് നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടായെന്ന് തന്നെ ഇപ്പോൾ CPM ചൂണ്ടിക്കാണിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ ഒരു പ്രതികരണം കൂടി അല്പസമയം മുമ്പ് വന്നിരുന്നു. പ്രധാനമന്ത്രി ഒരു സ്വയം പുകഴ്ത്തൽ നടത്തുകയാണ്. അദ്ദേഹം ഒരു RSSകാരനാണ്. ഇത്തരത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു പങ്കുമില്ലാത്ത ഒരു സംഘടനയ്ക്ക് അതിൽ പങ്കുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. ചരിത്രമടക്കം മാറ്റി എഴുതുന്ന BJP ഇത്തരത്തിൽ ചരിത്ര പാഠപുസ്തകങ്ങളടക്കം ചരിത്രത്തെ വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങൾ BJPയുടെ ഭാഗത്ത് നടക്കുന്നു. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോഴും നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുള്ള RSS പ്രശംസ അത് സ്വാതന്ത്ര്യദിന ആഘോഷ വേളയിൽ നടത്തിയതെന്ന് തന്നെ CPM ഇപ്പോൾ വിമർശിക്കുന്നു. ഇതുകൂടാതെ തന്നെ നിരവധി പ്രഖ്യാപനങ്ങൾ അതിന് രാഷ്ട്രീയമായി കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ അരവിന്ദ്, പലയിടങ്ങളിലും RSSന് ഭിന്നാഭിപ്രായങ്ങളുണ്ട്. പലതരത്തിലുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നാഗ്പൂരിൽ നടന്നതായി നമുക്കറിയാം. അത്തരത്തിൽ അതുകൂടി ലക്ഷ്യമിട്ടുള്ളത് ആയിരിക്കുമോ ഇന്നത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗവുമായി ബന്ധപ്പെടുത്തി RSSനെ കുറിച്ച് പറയുന്നത്? ഒപ്പം തന്നെ ചരിത്രത്തിൽ RSSന്റെ സ്ഥാനവും അറിയാമല്ലോ. തീർച്ചയായിട്ടും തന്നെ അങ്ങനെ തന്നെ കരുതണം. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ RSSും BJPയും തമ്മിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RSS BJPക്ക് വേണ്ടി സജീവമായി പ്രചാരണത്തിൽ എത്താത്തൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ രീതിയിലുള്ള പിണക്കങ്ങൾ ഉണ്ടായിരുന്നു. കാരണം പരസ്യ പ്രസ്താവനകൾ പല സമയത്തും BJP അധ്യക്ഷനായിട്ടുള്ള JP നദ്ദ അടക്കം പല പരസ്യ പ്രസ്താവനകൾ നടത്തിയതും അത് RSSനെ അതിർത്തിയിലായിരുന്നു. ഇത്തരത്തിൽ 75 വയസ്സ് കഴിയുന്നവർ തുടരാൻ പാടില്ല എന്ന തരത്തിലുള്ള പ്രസംഗങ്ങളെല്ലാം RSSന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ RSSനെ കൂടി പ്രീതിപ്പെടുത്തുവാനാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് ഇപ്പോൾ ഒരു പ്രശംസ ഉണ്ടായെന്ന് തന്നെയാണ് പ്രതിപക്ഷമടക്കം വിലയിരുത്തലിന്. RSSനെ ഇത്തരത്തിൽ പ്രീതിപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് തന്നെ പ്രതിപക്ഷം വിമർശിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ RSS ഒരു സന്നദ്ധ ഇത്തരത്തിൽ ഒരു വലിയ 100 വർഷം പഴക്കമുള്ള ഒരു സന്നദ്ധ സംഘടനയാണെന്നും ഇത്തരത്തിൽ RSSലെ അംഗങ്ങൾ ഇത്തരത്തിൽ രാജ്യത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചു നടക്കമുള്ള വിമർശനങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും കോൺഗ്രസ് കൂടി ഇപ്പോൾ ഈ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ജനാധിപത്യ തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. RSSനെ പ്രീണിപ്പിക്കാനുള്ള ശ്രമമാണെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷവും വ്യക്തമാക്കുന്നത്. കൃത്യമായി RSSന്റെ നിലപാട്, കാരണം RSS BJPയുമുള്ള പ്രശ്നങ്ങൾ RSSനെ ഒപ്പം നിർത്താൻ അല്ലെങ്കിൽ RSSുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു പ്രസ്താവന ഉണ്ടായെന്ന് തന്നെ പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇത് കൂടുതൽ വിമർശനങ്ങൾക്കും അതുപോലെ തന്നെ വാദപ്രതിവാദങ്ങൾക്കും വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശരി അരവിന്ദ്.